ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. ഒരുപാട് രാവിലെ 9 മണിയായി. രാത്രി ലേറ്റായി കിടക്കുന്നു, രാവിലെ താമസിച്ചിരുന്നേക്കുന്നു. ഞാൻ എന്തായാലും കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഞങ്ങളൊന്നിച്ച് ഇറങ്ങാതെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞാനും മീരയും കൂടി ചെറിയൊരു ഔട്ടിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മുഖം ഒന്ന് മിനുക്കിയിട്ട് തിരിച്ചു വരും. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. കുറച്ച് കൂടി പോയോ എന്ന് സംശയം. കുറച്ച് കഴിയുമ്പോൾ കുറയും, അതുകൊണ്ടാണ് ഇനി കണ്ണാടി വെച്ചു. ഇനി മുടി ഞാൻ പോണിറ്റെയിൽ കെട്ടണോ അതോ ലൂസ് ഹെയർ ആയിട്ട് ഇടണോ എന്നുള്ള ചിന്തയിലാണ്. ഒന്ന് ചെയ്യണം, അത്രേ ഉള്ളൂ. മീര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീരയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഡ്രൈവർ മിസ്റ്റർ ശക്തി എത്തും. 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളൊരു കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ പോകും. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഭാസ്കുവിനെ ഇതുവരെ കണ്ടില്ല. ഭാസ്കു രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, അകത്തേക്ക് വന്നില്ല കേട്ടോ. ഭാസ്കു ചിലപ്പോൾ മേളിലായിരിക്കും. ഭാസ്കു മേലെയാ? ഓക്കെ മേലെ ഇരിക്കും. ശക്തി വരാൻ ഇച്ചിരി ലേറ്റായി, പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. പ്ലാൻ ബി ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും കൂടി പോകും. സന്തോഷം. ഇതാണ് നമ്മുടെ മീരയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കോ സിസ്റ്ററാണ് അജീയുടെ വൈഫ്. മീരയാണ് ഇന്നത്തെ നമ്മുടെ കമ്പാനിയൻ. നമ്മൾ കറങ്ങാൻ പോവാണ്. കുറേ സ്ഥലം മീര നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു നുണക്കുഴിയൊക്കെ നോക്കി. ഇതാര് കൂടെ? ഓക്കെ, ആരാ ഇത്? ക്ഷേത്രങ്ങളാണ് ഒരുപാട് ഇവിടെ ഉള്ള ഏരിയയിൽ അല്ലേ. പഴയ സിറ്റി. ഫ്രൂട്ട്സും ഒക്കെ. ഇതൊരമ്പലം. ക്ഷേത്ര പരിസരം വന്നാൽ പ്രത്യേകിച്ച് അറിയാമല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അമ്പലത്തിലെ ആവശ്യങ്ങൾ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു തോന്നുന്നു. മെട്രോ. ഓക്കെ, ആണല്ലേ. അതാണ് മോളിൽ കൂടെ അധികം കാണാത്തത്. ഓക്കെ, എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോസ്. കർപ്പകമ്പാൽ മെസ്, ഇതാണ് ആ പഴയ ഷോപ്പ് അല്ലേ? സിൻസ് 1953. എല്ലാം ക്ഷേത്ര പരിസരം. മൈലേ കോഫി. രത്ന കഫേ. അന്ന് പറഞ്ഞില്ലേ സാമ്പാർ. ഇത് വളരെ പഴക്കം ചെന്ന ഒരു ഷോപ്പാണ്. അതിന്റെ ബ്രാഞ്ചാണ് രത്ന കഫേ. രത്ന കഫേ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഫേമസ്. മോസ്റ്റ് ഐക്കോണിക് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. 75 years മോസ്റ്റ് ഐക്കോണിക്. വേറെ സാമ്പാർ സൂപ്പർ സ്റ്റാർ. ഒരു ഫിൽറ്റർ കോഫി, ഒരു ഗീ ദോശ. നമ്മള് കേട്ടാ ഇവിടുത്തെ സാമ്പാറാണ് ഏറ്റവും ഫേമസ്. ഇഡ്ലി സാമ്പാർ. പക്ഷെ ഇവിടുത്തെ കഴിഞ്ഞു. അടയാറിലുള്ള ബ്രാഞ്ചിൽ കിട്ടുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഫിൽറ്റർ കോഫി നല്ലതാണ്. അപ്പോൾ അത് കഴിച്ചു. ഒരു ദോശ, കേട് വടയും മേടിച്ചതിന് സേവ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. തൈര് വട ആദ്യം. കൊള്ളാമോ? നല്ല സാധാരണ തണുപ്പായിരിക്കും. തണുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്കുണ്ട്. ഗീ റോസ്റ്റ്. നമുക്ക് ഓരോ ഗീ റോസ്റ്റ് കൂടെ പറഞ്ഞാലോ? എൻ്റെ ദോശയും വന്നു. തുറക്കുന്നു പോവാതെ. ദോശ, നല്ല ദോശ.
ഫിൽറ്റർ കോഫി ഞാൻ സാധാരണ കോഫി കുടിക്കാത്തതാണ്, പക്ഷെ ഫിൽറ്റർ കോഫി തമിഴ്നാട്ടിൽ വന്നാൽ കുടിക്കാം. അങ്ങനെ അടിപൊളി ഫുഡെല്ലാം കഴിച്ച് തിരിച്ചിറങ്ങുന്നു. ഞാൻ സാധാരണ കോഫി കുടിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ, പക്ഷെ എനിക്ക് ഫിൽറ്റർ കോഫി ഒരു വീക്ക്നെസ് ആണ്. തമിഴ്നാടിൻ്റെ ചെന്നൈ പറ്റണം. കഫേയിൽ നിന്നിറങ്ങി രത്ന കഫേയിൽ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുത്തെ സ്പെഷ്യൽ ഇഡ്ഡലി സാമ്പാർ കഴിക്കാനായിട്ട് കയറി. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടും പിന്നെ ഇവിടെ മെട്രോയുടെ വർക്ക് നടക്കുന്നുണ്ട്, ഈ ബ്രാഞ്ചിൽ സ്പെഷ്യൽ സാമ്പാർ ഇഡ്ഡലി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ ഫസ്റ്റ് കടയിലെങ്കിലും പോയി, അത് ആ കടയുടെ സ്ഥലം എവിടെയാണ് പോയത്? ട്രിപ്ലിക്കേൻ. ആ അവിടുത്തെ ആ കടയിൽ ട്രിപ്ലിക്കേൻ. ഓക്കെ, അവിടെ പോയിട്ട് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഇഡ്ഡലി സാമ്പാർ കഴിക്കണം, ഒരാഗ്രഹം. ശ്രീരാമകൃഷ്ണ മഠ്. ഓക്കെ ഓക്കെ, ചെന്നൈ ടെമ്പിൾ അല്ലേ? ഓ, ശ്രീരാമകൃഷ്ണ ടെമ്പിൾ. ഓക്കെ, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ എക്സലൻസ് ഒക്കെ ഇതിനകത്താണ്. നമ്മൾ കാറിലിരുന്ന് ഇങ്ങനെ ഒരു സിറ്റി ടൂറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു സൈഡിലൂടെ എല്ലാ സ്ഥലവും അല്ല, പോകുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് പോകുന്നു. ഫിൽറ്റർ കോഫി തമിഴ്നാട്ടിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എനി പ്ലേസ്. ഇനി നമ്മൾ പോകുന്നു നങ്കനല്ലൂർ. ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററിനകത്തുണ്ട്. നങ്കനല്ലൂരിൽ റെഡിമെയ്ഡ് സാരീസ് കിട്ടുന്ന ഒരു കടയിലേക്കാണ് പോകുന്നത്. ഞാനിങ്ങനെ കുറച്ച് റീലിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. മൊബൈൽ പത്രക്കട, അതാ നോക്കിയേ, അതിലില്ലാത്തൊന്നുമില്ല. നങ്കനല്ലൂർ എന്നുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞു. അത് ഓക്കെ, ഇതവരുടെ ബസാർ ഏരിയ. ഹോളി സ്റ്റാൾ വെങ്കടേശ്വര നങ്കനല്ലൂർ. ശിവൻമല ആണ്ടവർ. ഇത് നമ്മൾ മെയിൻ സിറ്റി പ്രമൈസസിൽ നിന്ന് ഏതാണ്ട് 10-12 കിലോമീറ്ററോളം വരുമല്ലോ. 12 കിലോമീറ്റേഴ്സ് ഇപ്പുറമാണ് ഇത് നങ്കനല്ലൂർ. റെഡിമെയ്ഡ് സാരി തപ്പി വന്നിരിക്കുന്നു നങ്കനല്ലൂർ. ഞാൻ അവിടെ ചെന്നിട്ടാണ് കറക്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് അന്വേഷിച്ച കട, ശ്രീ സായി സിൽക്സ്. യെസ്, കയറി നോക്കാം. റെഡിമെയ്ഡ് സാരീസ്, സാരി വരെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ തന്നെ സാരി മേടിച്ചാൽ ഇവർ തന്നെ റെഡിമെയ്ഡ് ആക്കി തരും, റെഡി ടു വെയർ. ഇത് നല്ല സാരി കേട്ടോ, ഇറ്റ്സ് വെരി നൈസ്. ഇതെന്ത് സാരി? ഇതെന്താണോ? 1399. ഇതെന്ത് മെറ്റീരിയലാ? ടസർ. നല്ലല്ലേ, നൈസ് പ്രിന്റ്. കൊള്ളാം. അപ്പോൾ ഇതും എടുക്കാം അല്ലേ? ഇതിനെല്ലാം നമ്മൾ റെഡിമെയ്ഡ് സാരി ആക്കാൻ പോവാണ്. ഒന്ന് പാർവതിക്ക്, ഒന്ന് നമ്മുടെ മീരയുടെ മോള് ഐശ്വര്യ. പല്ലു ബ്ലൗസ്. ഇത് ബ്ലൗസാ? ഓ നൈസ്. ഇതാ ബ്ലൗസാ? ഓഹോ, ബ്രൊക്കേഡ്. 1199. 2000 അല്ലേ? ഇതിപ്പോൾ എന്ത് മെറ്റീരിയൽ? അപ്പോൾ ഇത് ടിഷ്യൂ വ്യത്യാസമുണ്ട് അല്ലേ? അതാണ്. ഓക്കെ ഓക്കെ. ഏത് സാരി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആക്കാം അല്ലേ? റെഡിമെയ്ഡ് സാരി റെഡി ടു വെയർ ആക്കും. നല്ല ഭംഗിയുണ്ട്. ദിസ് ഇസ് കുറച്ച് എക്സ്പെൻസീവ് ആണിത്. ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് 4000 സംതിങ് ആവുന്നുണ്ട്. പട്ടിൻ്റെ ഇതും കൂടി വരണോ അല്ലേ? ഇത് റെഡിമെയ്ഡ്. ഇതിൽ ഈ ഷെൽഫിലെല്ലാം കാണുന്ന ഏത് സാരി എടുത്താലും എനിത്തിങ്. ഓക്കെ ഓക്കെ, സെലക്ട് ചെയ്ത്. ആർട്ട് സിൽക്ക് ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്, വയലറ്റ് നോക്കട്ടെ. ഷിഫോൺ ജോർജ് ടൈപ്പ് എല്ലാം ഉണ്ട്. ഇതെല്ലാം 6 സംതിങ്ങേ ഉള്ളൂ അല്ലേ? പൂനം സാരീസാ?
ഇത് 799. എന്നാലും കൊള്ളാം. ഇതിനെല്ലാം വേണമെങ്കിൽ റെഡിമെയ്ഡ് ആക്കാം. ബ്ലൗസ് ആ ഓക്കെ. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് റെഡിമെയ്ഡ് ആക്കണമെങ്കിൽ ആക്കാം. 24 hours സമയം കൊടുത്താൽ മതി. മെഷർമെൻറ്റും കൂടി എടുക്കും. നിങ്ങൾക്ക് ഓൺലൈൻ ഉണ്ടല്ലേ വേണമെങ്കിൽ? ഓൺലൈൻ നിർത്തി വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ. റഷ് കൂടിയിട്ടല്ലേ? ഓക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ. എന്താ വില? 1,999. എല്ലാം ഒരു 2000 റേഞ്ചാണ്. അപ്പോൾ ഇത് 2000 ആ റേഞ്ചാണ് അല്ലേ? ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്. ഞാൻ ഏതെടുക്കണം എന്നാണ്. പത്ത് സെക്കൻഡ് സാരി 10 seconds. ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ രാജ്. അപ്പോൾ നമുക്ക് അതൊരു ഭാഗ്യമായി വന്ന് കാണാൻ പറ്റിയല്ലോ. ആൻഡ് ഹൗ ഓൾഡ് ഇസ് ദിസ് ഷോപ്പ്? More than 9 years. ഓക്കെ, മോർ ദാൻ 9 years. 9 വർഷത്തിന് മുന്നാണ്. ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആണ്. ഇറ്റ്സ് വെരി വെരി പോപ്പുലർ. ഞാനൊരു റീല് കണ്ടിട്ടാണ് വന്നത്. Zip and go sari reel paatilla. നോ, ഐ ഡിഡ്ന്റ് സീ മച്ച്. Zip, just a zip. Oh, just you a can zip. wear also. Okay, can you just show it also? ഒരു സിപ്പ് മാത്രമുള്ള സാരീസ് ഉണ്ടെന്ന്. ജസ്റ്റ് Zip mattu pota. ഓ അത്രേ ഉള്ളൂ. അങ്ങനത്തെ അതുമില്ല കാണാം. ഓക്കെ, Zip and go irukama. സിപ്പ് ആൻഡ് ഗോ. നല്ല ഉഗ്രൻ ഐഡിയ. നല്ല റെഡിമെയ്ഡ് സാരി 10 seconds സാരി കൊടുക്കാം. Zip and go. സിപ്പ് ആൻഡ് ഗോ. 10 seconds. ഈ സാരീസിന്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. 10 million വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് വന്ന് നാടൗണി കെട്ടിട്ട് ഹുക്ക് ഇട്ടിട്ട് അങ്ങനെ ചുറ്റിയാൽ മതി സാരി. ബ്ലൗസും വേണ്ട, എല്ലാം കൂടി 1 piece. നമ്മുടെ കറക്റ്റ് സൈസില് ഇപ്പൊ എനിക്ക് അത്ര കറക്റ്റ് സൈസ് അല്ലേ. Blouse illa edu illa. കറക്റ്റ് ആയിട്ടില്ല. Super. Just a coat zip. That's all. ബ്ലൗസ് സാരി Blouse is also. ഓ വാവ്. ഒരു ജോലിയില്ല. സാരി വിത്ത് ബ്ലൗസ് സിപ്പ് ചെയ്താൽ മാത്രം മതി. സോ നൈസ്. Yeah, very nice. Just 10 seconds. 10 seconds. ബൈക്ക് ഫ്രണ്ട്ലി സാരി. ഇതിങ്ങനെ ഇട്ടിട്ട്
എന്തായാലും സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് ബെസ്റ്റാണ്. പെട്ടെന്ന് സാരി ഉടുത്ത് പോകാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈസി. നമ്മൾ കുറച്ച് സാരീസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഇങ്ങനെ റെഡി ടു വെയർ ആക്കാൻ പോവുകയാണ്. 24 hours മതി അവർ ചെയ്തിട്ട്. ഇപ്പോൾ ഭയങ്കര ഒരുപാട് വർക്കാണ് അല്ലേ? ടൂ മച്ച് ഓഫ് பயங்கர ஒர்க். அதே மாதிரி இப்போ ஷாப் பொட்டிக்ஸ் வச்சிருக்காங்க அப்படின்னா ஸோ ஹோல்சேல்ல அவங்களோட சாரீஸ் கொடுத்தாலே we do ready-made stitching, bike friendly and this zip and go and give it to them. Okay, so they can sell. ഓക്കെ So shop owners, boutique owners can contact them. ഓക്കെ ഫൈൻ. അങ്ങനെയുണ്ട് റെഡിമെയ്ഡ് സാരീസ് ഇവർ തന്നെ ചെയ്ത് കൊടുക്കും. നമ്മൾ ബുട്ടീക്ക് ആൾക്കാർ ഇവിടെ സാരി കൊടുത്താൽ മതി. Bulk 100 to 100. 9 yacht സാരി. So where are you from now? കേരളം ട്രിവാൻഡ്രം. How do you know my? I saw in the video about this shop. So I was very much interested. When I came to Chennai, straight away I searched for that. Thank you so much, ma'am. Thanks for Okay, this is Iyer saree. Any type of saree you can get them here. നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. സാരീസ് എല്ലാം നമ്മൾ ട്രയൽ നോക്കി. വി ഹാവ് ഡിസൈഡഡ്. കുറേ സാരി മേടിച്ചു. സാരി എല്ലാം ബില്ലിങ്. ഇതിൽ എനിക്കുള്ള സാരി ഉണ്ട്. പ്ലസ് ഇത് 9 യാർഡിൻ്റെ സാരി എടുത്തു, അയ്യർ സാരി. പിന്നെ പാർവതിക്ക് കൊണ്ടുപോകാനായിട്ട് മാഞ്ചസ്റ്ററിലേക്ക്. പിന്നെ ഐശ്വര്യ മോൾക്ക്, ശംഭു മീരയുടെ മോൾക്ക്. അങ്ങനെ റെഡിമെയ്ഡ് സാരിക്കടയിൽ നിന്ന് ഇറങ്ങുന്നു. ശ്രീ സായി സിൽക്സ്. അടിപൊളി എക്സ്പീരിയൻസ്. കുറേ സാരി എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ട് ഇറങ്ങുകയാണ്. ശക്തി വെയിറ്റിംഗ്. അവരെല്ലാം കയറി കഴിഞ്ഞു. ഞങ്ങളുടെ ലഞ്ച് ടൈം എല്ലാം കഴിഞ്ഞു. എത്ര മണിയായി? 4 4:30 നമ്മൾ കഴിക്കാനായിട്ട് ശരവണ ഭവനിലേക്ക്. മെയിൻ ശരവണ ഭവനല്ല, ഇതെൻ്റെ ഇവിടുത്തെ ബ്രാഞ്ച്, ഈ സ്ഥലത്തെ. குழந்தை தயிர் சாதம் சாப்பிடுறாங்க. അനുവിന് ഇഷ്ടപ്പെട്ട ആ ടൈപ്പ് പൂരിയാന്ന് തോന്നുന്നു. ഭട്ടൂര, ഭട്ടൂര ക്ഷമ. ഇന്നത്തെ ദിവസം 2ാമത്തെ തൈര് വടയാണ്. എനിക്ക് കേർഡ് വട ഭയങ്കര ഇഷ്ടമാണ്. മിക്സ്ചറാണ് ഇതിലിപ്പോൾ. മിക്സ്ചർ ആയിട്ടിരിക്കുന്നത്. മറ്റേതിൽ സേവ് ഇട്ടിരുന്നു ആദ്യം കഴിച്ചില്ല. ഓക്കെ, മൂസമ്പി ജ്യൂസ് എല്ലാം കുടിച്ചു കഴിഞ്ഞു. മിൽക്ക് ഷേക്ക്, വാനില. ഫിനിഷ്ഡ്. അവിടെ ഫിനിഷ്ഡ്. നേരാണ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു കേർഡ് വടയും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്ര പോരാ, ഇവിടുത്തെ കേർഡ് വട ഭയങ്കര പുളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഈ ബ്രാഞ്ചിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല, പക്ഷേ കൊള്ളൂല അല്ലേ. നമ്മൾ അവിടെ കഴിച്ചത് നമ്മുടെ ഏതായിരുന്നു രത്ന കഫേലത് അടിപൊളിയായിരുന്നു. യെസ്, കറക്റ്റ്. ഇതുപോലെ
മാസ്കുവിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കാണുന്നത് എല്ലാവരെയും കണ്ടപ്പോൾ. മാസ്കു എവിടെ? ഓവർ എക്സൈറ്റ്മെൻറ്റ്. നല്ല ചെരുപ്പും കടിച്ചുകൊണ്ട് നടക്കുന്നോ? ബെസ്റ്റ് പാർട്ടി. മാസ്കു മര്യാദയ്ക്ക് ചെരുപ്പിലായിരുന്നു. ആ പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഔട്ടെല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് മേലൊക്കെ കഴിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഞാൻ മേളിലേക്ക് പോകാൻ പോകണു. ഹനിക്കുട്ടി മോളും മേളിലേക്ക് പോയി, മുകളിലോട്ട് അമീരെല്ലാം പോയി ഡ്രസ്സൊക്കെ മാറി എല്ലാവരും മേല് കഴുകി പല സ്റ്റേജസിലേക്ക് പോകുള്ളൂ. എന്നിട്ട് നമ്മുടെ ബാസ്കുമായിട്ട് കുറേ നേരം മോൾക്ക് കളിക്കണം, നമുക്ക് എല്ലാവർക്കും കളിക്കണം. സത്യം പറഞ്ഞാൽ വയറിലിന് സ്ഥലമില്ല ഡിന്നർ കഴിക്കാൻ. ഞാൻ മീരയുടെ അടുത്ത് പറഞ്ഞു ഇനി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, വി ആർ ഫുൾ. ഓക്കെ, ലേറ്റായിട്ടാണ് കഴിച്ചെങ്കിലും നമ്മളിങ്ങനെ കഴിച്ച് വന്നപ്പോൾ ടൂ മച്ച് ഓഫ് ഫുഡായി. ഓക്കെ, ഇനി റിലാക്സിങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. കുറേ ഐസ്ക്രീമൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ, വേണമെങ്കിൽ അതെല്ലാം കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. അങ്ങനെ അപ്പോൾ അജി സ്ഥലത്തില്ല, അജി ബാംഗ്ലൂർ പോയി. ഇന്നലെ വൈകുന്നേരം ഒഫീഷ്യൽ ആവശ്യത്തിനാണ് പോയി, ഇന്നലെ മീറ്റിംഗ് ഒക്കെ ആയിട്ട്. നാളെ വൈകുന്നേരം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഔട്ട് ഇൻ ചെന്നൈ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഡേ ഔട്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന്. മോള് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ യാത്രകളും ഔട്ടിങ്ങും ഒക്കെ. വീട്ടിൽ ഇരുന്നാൽ ബോറടിക്കുന്ന ആളുണ്ട്, ഇപ്പം അങ്ങനെ ശീലം. അപ്പോൾ സന്തോഷമുണ്ട്. ഇനി ഒരു 2-3 ദിവസം കൂടി ഉള്ളൂ ഇവിടെ ചെന്നൈയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകും. പക്ഷേ ഇനി ഒരു ദിവസത്തെ വിശേഷം കൂടി ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ഇംഗ്ലീഷ് മിനാർ വ്ളോഗ്സ്. ലവ് യു.